ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ AC മലയാളം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വീഡിയോകളിൽ സാധാരണ ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ റൈസ് പക്കോടയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 2 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ ചോറ് ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇത് മിക്സി ഉപയോഗിച്ച് കുഴക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഞാനൊരു വലിയ സവോള എടുത്തിട്ടുണ്ട്. ആ സവോള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മുഴുത്ത സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 പച്ചമുളക് ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. എരിവ് അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/2 ടീസ്പൂൺ മതിയാവും. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് 4 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. കടലമാവോ മൈദയോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നല്ല കുഴച്ചെടുത്തു. നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. കരിയാപ്പിലയും കുറച്ച് പച്ചമുളകും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളൊന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ ഏകദേശം അത് വറുത്തെടുത്തു. ഇത് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പക്കോട ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിത് ഇട്ട് കൊടുത്താൽ മതിയാവും. വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം. നമ്മുടെ പക്കോട നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് കോരിയെടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് കോരിയെടുത്ത ശേഷം നമ്മൾ മുമ്പേ വറുത്ത് വെച്ചിരുന്ന കറി ലീഫും പച്ചമുളകും കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. വളരെ ടേസ്റ്റിയായൊരു പക്കോടയാണിത്. എല്ലാവരും തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണിത് ചെയ്യാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകളുണ്ടെങ്കിൽ ഞാൻ ഇനിയും കൂടുതൽ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.